പ്രിയമുള്ള സുഹൃത്തുക്കളെ, വൈദ്യുതി ബില്ല് ഇരട്ടിയായി എന്ന പരാതിയുണ്ട്. വൈദ്യുതി ബില്ല് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇരട്ടിയാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഇന്ന് വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ KSEBയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിലെല്ലാം അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വൈദ്യുതി ബില്ല് അധികമായ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അവരുടെ പണം നഷ്ടമാകാതിരിക്കാൻ എന്നതിനെക്കുറിച്ചാണ്. COVID-19 പശ്ചാത്തലത്തിൽ വൈദ്യുതി ബോർഡ് മീറ്റർ റീഡിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ശരാശരി ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് തയ്യാറാക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ അവലംബിച്ചിരുന്നത്. മാത്രമല്ല, ഇത്തരം ബില്ലുകളെല്ലാം മെയ് മാസം 3-ന് ലോക്ക്ഡൗൺ അവസാനിച്ചതിൻ്റെ ശേഷം മാത്രം അടച്ചാൽ മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ യാതൊരുവിധ ഫൈനും ഈടാക്കുന്നതല്ല. മാത്രവുമല്ല, ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ഫിക്സ്ഡ് ചാർജ് 6 മാസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് COVID-19 പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ മീറ്റർ റീഡിംഗ് പുനരാരംഭിച്ച സമയത്ത് അതിൽ ചില പിശകുകൾ വന്നു ചേരുകയാണ്. 2 മാസത്തെ റീഡിങ്ങിന് പകരം ചിലർക്കെങ്കിലും 65 മുതൽ 85 ദിവസം വരെയുള്ള ഉപഭോഗത്തിനുള്ള റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ബില്ല് തയ്യാറാക്കുമ്പോൾ ചിലർക്കെങ്കിലും സ്ലാബ് മാറി ഉയർന്ന നിരക്ക് നൽകേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ലാബ്? എന്താണ് 2 മാസത്തെ 60 ദിവസവും കഴിഞ്ഞ് പിന്നീട് റീഡിംഗ് എടുത്താൽ എങ്ങനെയാണ് സ്ലാബ് മാറുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഞാൻ പറയാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് 100 യൂണിറ്റ് വരെയുള്ള വൈദ്യുതിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റിന് വരുന്നത് 3 രൂപയും 15 പൈസയുമാണ്. 101-നും 200-ൻ്റെയും ഇടക്കാണ് നിങ്ങളുടെ 2 മാസത്തെ ഉപഭോഗ യൂണിറ്റ് വന്ന് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അടവാക്കേണ്ടത് 3 രൂപയും 70 പൈസയുമാണ്. ഇനി നിങ്ങൾ 201-നും 300-നും ഇടയിലാണ് നിങ്ങളുടെ വൈദ്യുതി യൂണിറ്റ് ഉപഭോഗം വന്ന് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു യൂണിറ്റിന് അടവാക്കേണ്ടത് 4 രൂപയും 80 പൈസയുമാണ്. ഇത്തരത്തിൽ 300-നും 400-നും ഇടയിലാണെങ്കിൽ 6 രൂപയും 40 പൈസയും, 401-നും 500-നും ഇടയിലാണെങ്കിൽ 7 രൂപയും 60 പൈസയുമാണ് നിങ്ങൾ അടവാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രശ്നമായി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരാളുടെ ഉപഭോഗം 300 യൂണിറ്റിന് ഉള്ളിലാണ് കിടക്കുന്നതെങ്കിൽ അവൻ ഈ ദിവസങ്ങളും കഴിഞ്ഞ് പിന്നീടുള്ള റീഡിംഗ് കാരണം 300 യൂണിറ്റും കടന്ന് ഒരു 310 യൂണിറ്റിലേക്ക് എത്തിയാൽ അദ്ദേഹം അടവാക്കേണ്ടത് 6 രൂപയും 40 പൈസയുമാണ് ഒരു യൂണിറ്റിന് എന്നുള്ളത്. എന്നാൽ അദ്ദേഹം 300 യൂണിറ്റിന് ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് വന്ന് കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ശരിക്കടവാക്കേണ്ടത് 4 രൂപയും 80 പൈസയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യൂണിറ്റിന് അധികമായി സ്ലാബ് മാറുന്നതിലൂടെ പണം അധികം അടവാക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നമായി വരുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി മാറിയ സമയത്ത് വൈദ്യുതി ബോർഡും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും ഇതിനൊരു പരിഹാര മാർഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് ഇത്തരത്തിൽ ബില്ല് അധികമായി വന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഷെയർ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം വൈദ്യുതി വകുപ്പ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നത് എന്നതിന് അവർ നൽകുന്ന ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഈ കാര്യം പരിശോധിച്ചതിൽ 2 മാസത്തിൽ കൂടുതൽ ദിവസത്തെ റീഡിംഗ് വരുമ്പോൾ ആ റീഡിംഗ് 2 മാസത്തേക്ക് എന്ന നിലക്കാണ് ബില്ലിങ്ങിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കണക്കാക്കുന്നത്. കാരണം നിലവിൽ നമ്മുടെ KSEB ഉദ്യോഗസ്ഥർ 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ വന്ന് ഇത്തരത്തിലുള്ള റീഡിംഗ് പൂർത്തിയാകുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇതിന് മുമ്പൊന്നും ഇത്തരത്തിൽ റീഡിംഗ് എടുക്കാൻ സാധിക്കാതെ വന്നിട്ടില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് 2 മാസത്തേക്കാണ്. എത്ര റീഡിംഗ് എടുത്തു കൊടുത്താലും കമ്പ്യൂട്ടർ അതിനെ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന സ്ലാബ് അനുസരിച്ച് നൽകുന്ന യൂണിറ്റ് 2 മാസത്തേക്ക് കണക്കാക്കി അതിനുള്ള പണവും കാൽക്കുലേറ്റ് ചെയ്ത് ബില്ലടിച്ച് നൽകുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ KSEBയുടെ കയ്യിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെഷീൻ, റീഡിംഗ് മെഷീനും കൊണ്ട് ഇത്തരത്തിൽ 60 ദിവസം കഴിഞ്ഞ ഒരു
കണക്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥൻ ആ റീഡിംഗ് അടിച്ചു കൊടുക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടായി മാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് KSEB അതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ അടവാക്കേണ്ട ബില്ലിനേക്കാൾ തുക കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിശകാണ് എന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വൈദ്യുതി ബോർഡിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് പറയുന്നത് വൈദ്യുതി ബോർഡിൻ്റെ ഒരു ഉപഭോക്താവ് പോലും നിശ്ചയിക്കപ്പെട്ട നിരക്കിലുള്ളതിനേക്കാൾ അപ്പുറം യാതൊരു തുകയും അടവാക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ബില്ലിൽ പിശക് വന്നിട്ടുണ്ടെങ്കിൽ ആയത് ബില്ലടക്കുന്ന സമയത്ത് തിരുത്തി സ്വീകരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൗണ്ടറുകളിൽ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും തിരുത്താതെ ഇത്തരത്തിൽ ബില്ലടച്ചു പോയിട്ടുണ്ടെങ്കിൽ അധികമായി വന്ന തുക അത് നിങ്ങളുടെ ബില്ലിലേക്ക് അഡ്വാൻസായി വരവ് വെക്കുകയും അടുത്ത ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മാസം വന്ന യൂണിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾ നോക്കുക. 100, 200, 300, 400 തുടങ്ങിയ നമ്പറുകളിൽ നിന്ന് അല്പം അങ്ങോട്ട് മുന്നോട്ട് പോയി നിൽക്കുന്ന യൂണിറ്റിലാണ് അവസാനിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൃത്യമായ ഈ ഒരു റീഡിങ്ങിൻ്റെ പിശക് കാരണം നിങ്ങൾ അധികമായി ബില്ലടക്കേണ്ടി വന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നിങ്ങളിത് ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി നിങ്ങൾ KSEBയിൽ നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള ആളുകളുടെ ബില്ലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അധികമായി അടവാക്കിയ തുക നിങ്ങളുടെ ബില്ലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് KSEBയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.